സാർ, ശബരിമല കൊള്ളക്കേസില് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ചങ്കായിട്ടുള്ള വാസുവിനെ വരെ അറസ്റ്റ് ചെയ്തു. പക്ഷെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാ? പത്മകുമാറിന് എന്താ കൊമ്പുണ്ടോ? അതെ, ഇയാളിപ്പോ 3 തവണയായിട്ട് വിളിച്ച് അന്വേഷണം നടത്തില്ല. ഇയാൾ ഇതൊന്നും കാരണങ്ങളൊക്കെ വളരെ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് തടിയപ്പി നിൽക്കുക. പിടിച്ച കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട് SITക്ക്. അറസ്റ്റ് ചെയ്യണോ വേണ്ട? വളരെ വിനയത്തോടു കൂടിയായിരിക്കും വിളിക്കുന്നത്. അതെ, അത് തന്നെയാണ്. ആ വിനയം ഇങ്ങനെ തുടരുന്നെന്ന് പറയുന്ന സംശയാസ്പദമാണ്. SITയെ കൂടെ സംശയത്തിന്റെ നിഴലിലാക്കി നിർത്തി ഹൈക്കോടതി ഇത് കണ്ടെത്തും. അവിടെ ഇരിക്കുന്ന മണ്ടന്മാരൊന്നും അല്ല. നിങ്ങൾ എന്തിനാ ഈ സൗജന്യം കൊടുക്കുന്നത്? വിളിച്ചാൽ വരാത്ത ഇയാൾ മാത്രമേ ഉള്ളൂ ഇതുവരെ വിളിച്ചിട്ട് എല്ലായിരുന്നത്. ഓരോരോ കാര്യം പറഞ്ഞിട്ട് ഇയാൾ ആരുവാ എനിക്ക് മനസ്സിലാവുന്നില്ല. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് CPMന്റെ. അതുകൊണ്ട് നിയമത്തിന് മുമ്പ് എല്ലാ പൗരന്മാരും തുല്യമെന്നല്ലേ ഭരണഘടന പറയുന്നത്. നിങ്ങൾ തന്നെയല്ലേ ഈ ഭരണഘടനയെ ഇങ്ങനെ എത്രയോ ഉയർത്തി പൊക്കിപ്പിടിക്കുന്നത്. പിന്നെന്താ ഇവിടെ ഭരണഘടന വേണ്ടേ? ഇയാൾക്ക് പ്രത്യേക നീതി, ഇയാൾക്ക് കൊമ്പുണ്ടോ? മനസ്സിലാവുന്നില്ല. അത് കള്ളമെല്ലാം കള്ളം തന്നെ, അത് വേറെ ഒന്നുമില്ല. പ്രതിയാണ്, എല്ലാത്തിലും പ്രതിയാണ്. അതുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉന്നതങ്ങളിൽ സ്വാധീനം ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉന്നതങ്ങളിൽ സ്വാധീനം ഉണ്ടായതുകൊണ്ടാണ് മോഷണം പകൽ വെളിച്ചത്തിലും ശബരിമലയിൽ മോഷണം ചെയ്യാൻ സാധിച്ചത് ആണല്ലോ എന്ന് പറയുന്ന പത്മകുമാറിന് കണക്ഷൻസ് ഉണ്ട്. ഈ പത്മകുമാറിന്റെ മകൻ അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഒരു വഴിപാട് നടത്തിയെന്ന് നമ്മൾ അറിയുന്നല്ലോ. വേറെ ആരും ഇല്ലാത്ത പോലെ അയ്യപ്പന് വഴിപാട് നടത്താൻ ഇദ്ദേഹത്തിന്റെ മകനെ ഉള്ളെന്ന് പറയുന്നത് പോലെ നല്ല കാര്യം തന്നെ. CPMകാർക്ക് ഈ ദൈവവിശ്വാസം ഉള്ളത് നല്ലത് തന്നെ. പക്ഷേ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിലെ 2 പേരുടെ കൂടെ പേര് ഞാൻ പറയുമെന്നൊരു ഭീഷണി വന്നിട്ടുണ്ട്. 2 പേരിൽ ഒന്ന് മിക്കവാറും KP ശങ്കരദാസ് ആയിരിക്കും. CPIയുടെ പ്രതിനിധിയായിട്ട് ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മരുമകൻ, കല്യാണത്തിന് എന്നെ വിളിച്ചിരുന്ന നല്ല മനുഷ്യനാണ് അദ്ദേഹം, വ്യക്തി എന്നുള്ള നിലയിൽ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മരുമകൻ ഒരു IPS കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. IPSകാർക്ക് ഒക്കെ അറിയാം. അവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ വിഷമമൊന്നുമില്ല. അങ്ങനെ എന്നേക്കും രക്ഷപ്പെടാനൊന്നും പറ്റിയില്ലേ. എപ്പോഴും കുറച്ച് നാൾ നീട്ടി വയ്ക്കുക. എല്ലാവരെയും എല്ലാ കാലത്തേക്കും വിഡ്ഢികളാക്കാൻ പറ്റില്ല. കുറച്ച് പേരെ കുറേ കാലത്ത് വിഡ്ഢികളാക്കാം. അതാ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിടി വീഴുക തന്നെ ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ. യു ആർ ബൈയിങ് ടൈം. സമയം വിലയ്ക്ക് വാങ്ങിക്കുകയാണ്, അത്രയേ ഉള്ളൂ ചെയ്യുന്നത്. പിടിക്കുക തന്നെ ചെയ്യും. വളരെ കടുത്ത ശിക്ഷ തന്നെ കിട്ടുകയും ചെയ്യും. സംശയമൊന്നുമില്ലെന്നാണ് നിയമവിദഗ്ധന്മാർ പറയുന്നത്. കാരണം ഇത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇടപെടല, സൂപ്പർവിഷൻ അല്ലിത്. കേസിന്റെ പരാതി കൊടുത്താൽ പോരെ, ഹൈക്കോടതിയാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ അടുത്ത് എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശം. ഇങ്ങനൊരു കേസ് ഇതുവരെ വന്നിട്ട് പോലും SITക്ക് ഇത്രയും ഒരു പിന്നാക്കം പോക്കെന്ന് പറയുന്നത് അത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കോടതി നിഷേധമാവുകയല്ലേ. അപ്പം ഹൈക്കോടതിക്ക് നല്ല ക്ഷമയുണ്ട്. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം അത്. നമ്മൾ കണ്ടിട്ടില്ല, ഒരു കേസിൻ്റെ അവധിയൊക്കെ എത്ര തവണ ഇവിടെ കൊടുക്കാറുണ്ട്. ഒരു കേസിൻ്റെ വിധി വരുന്ന എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ്. 20-25 വർഷം കഴിഞ്ഞല്ലേ പലതിൻ്റെയും വിധി വരുന്നത്. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ വധക്കേസ് ഇപ്പോഴും കിടന്ന് ഇറങ്ങുന്നില്ലേ. പ്രതിക്ക് ജാമ്യം വേണമെന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ തർക്കവും വാദവും നടന്നുകൊണ്ടിരിക്കുന്നത്. അനന്തമായിട്ട് നീളുന്നുണ്ടല്ലോ. ആ ക്ഷമ അവർക്കുണ്ട്. കാരണം എന്താ, അവർ ശരിക്കും ഒരു കേസ് കിട്ടിയാൽ അത് മുഴുവൻ പഠിച്ചേ പറ്റൂ. അല്ല പെട്ടെന്ന് ഇത് വായിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ വെള്ളം ചൂടാവുന്ന പോലെയാണ് അവർ. ഇത് ചൂടായി വരാൻ കുറേ സമയമെടുക്കും. അതാണ് സംഭവം. പെട്ടെന്ന് കയറി അങ്ങ് തിളക്കിയില്ല. അതുപോലൊരു സംഭവമാണ്. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വ്യത്യാസമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സാവകാശം നോക്കും. പക്ഷേ ടോൾസ്റ്റോയ് പറഞ്ഞതുപോലെ ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ് എന്ന് പറയുന്ന പോലെ അവർ കാത്തിരിക്കും. സത്യം മാത്രമേ പുറത്തു വരാവൂ, കുറ്റവാളികൾ മാത്രമേ ശിക്ഷിക്കാവൂ. തന്നെയല്ലല്ലോ നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത്, പ്രമാണം. 1000 അപരാധികൾ രക്ഷപ്പെട്ടു പോയാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നുള്ള. അപ്പോൾ ആ ഒരു സ്പിരിറ്റ് അനുസരിച്ച് മാത്രമേ അവർ ഈ കാര്യത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അതുകൊണ്ട് അവർ സാവകാശം കിട്ടും. പക്ഷെ ഫൈനലി അത് തീരുമാനം ഉണ്ടാവും. പക്ഷെ വേറൊരു കാര്യമുള്ളത്, ഇതെല്ലാം പ്രായമായിരിക്കുന്ന ആൾക്കാരാണ് പലരും. ഇതിപ്പോൾ ഇവർ വേണമെങ്കിൽ അസുഖബാധിതരായി കിടപ്പിലാവാനും കാലയവനകൾക്കുള്ളിൽ മറയാനും ഒക്കെ ഇടയാക്കുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഈ ജാഗരൂകത കുറച്ചുകൂടി തിരുത്തൽ വരുത്തേണ്ടതാണ്. കാരണം ഇപ്പോൾ മണ്ഡലകാലം തുടങ്ങി, അടുത്ത മണ്ഡലകാലത്തിന് മുമ്പെങ്കിലും ഒരു തീരുമാനം വരണം. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ അന്വേഷണം ഇപ്പോൾ
3 മാസമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. 3 മാസം കൊണ്ട് തീരാൻ പോകുന്നില്ല. തീരെ ഈ കണക്കിന് പോയാൽ വീണ്ടും കുറച്ച് സമയം കൂടി അനുവദിച്ചു കൊടുത്തേ മതിയാവൂ എന്ന് വരുന്നു. സർ, അങ്ങനെ വരുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് പോലെ തന്നെ ഈ കേസ് നീണ്ടു പോകാനുള്ള സാധ്യതകളല്ലേ. ഇപ്പൊ തന്നെ നോക്കൂ, ജയശ്രീ, അതായത് അവിടുത്തെ ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചതുമാണ്. ജയശ്രീക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം വരികയാണെങ്കിൽ പത്മകുമാർ അടക്കമുള്ളവർ ഈ ഒരു ശ്രമം നടത്തുകയും ചെയ്യും. ഇപ്പൊ തന്നെ 3 തവണ കൂടുതൽ ഇത്തരത്തിൽ നോട്ടീസ് അയക്കുകയും വിളിച്ചാൽ ചോദ്യം ചെയ്യാൻ ഹാജരാവാതിരിക്കുകയും ചെയ്യുന്നതും അതും ഒരു കുറ്റകരമായിട്ടുള്ള കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ സ്വാഭാവികമായി അറസ്റ്റ് ചെയ്യാൻ SITക്ക് അനുവാദം ഉണ്ടായില്ലേ? കുറ്റകരമായ കാര്യമല്ല, സംശയകരമായ കാര്യമാണ്. നമുക്ക് എത്ര വേണമെങ്കിലും അവധി വാങ്ങിക്കാനുള്ള പ്രൊവിഷൻ കോടതി കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ കേസുകളൊക്കെ വളരെ നീണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നായിത്തീരുന്നത്. അവധി ചോദിക്കുക, പറയാനൊന്നുമില്ലാതെ വരുമ്പോൾ അവധി ചോദിക്കുക, കുറച്ചുകൂടി സാവകാശം. കോടതി അത് കൊടുക്കും. ഈ പറഞ്ഞ സ്പിരിറ്റ് അനുസരിച്ച് നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നുള്ളതുകൊണ്ട് കൊടുക്കും. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അങ്ങനെയാണ് ഈ കേസുകൾ അനന്തമായിട്ട് പലതും നീണ്ടുപോകുന്നത്. അതാണ് ഇവിടെ പ്രശ്നം. ഇവിടെ നമുക്കിപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം, അഡ്മിനിസ്ട്രേറ്റീവ് നടപടികൾക്ക് ഇതൊരു തടസ്സമല്ല. കേസ് നടക്കുന്നു എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിന് വേണമെങ്കിൽ നേരിട്ടിടാം. ED ആൾറെഡി രംഗത്തുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയാണ്. അപ്പോൾ വരവിൽ കവിഞ്ഞ സ്വത്ത്, അതുപോലുള്ള അന്വേഷണങ്ങൾ, കള്ളപ്പണം, ഹവാല പണം, ഇതെല്ലാം അന്വേഷണത്തിൽ വരും. മനസ്സിലായില്ലേ? ഇതിന് സുഭാഷ് കപൂറിനെ പോലെ ഉള്ള ഒരു ഓപ്പറേഷൻ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. വിദേശത്ത് ദുബായിൽ പോയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. നിസാരമൊന്നും അല്ലിത്. ഉണ്ണികൃഷ്ണൻ പോറ്റി വിദേശത്ത് ദുബായിൽ പോയിട്ടുണ്ട്. അത് പോയത് ഇവിടുത്തെ അത് കൊണ്ടുപോയി വിൽക്കാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷണമൊക്കെ നടക്കട്ടെ, അത് സാവകാശത്തിൽ നടക്കട്ടെ. ഇപ്പോൾ ഈ ശബരിമലയിലെ ഇപ്പോഴത്തെ ഭരണകൂടം ശരിയല്ലെന്നുള്ള ബോധ്യം നമുക്കിതുവരെ ഉണ്ടായിട്ടുണ്ടല്ലോ. ദൈവത്തിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ നമുക്ക് പറ്റുമോ? ദൈവത്തിന് വേണ്ട ഇത് കൊടുക്കണം, നീതി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ശബരിമലയിലെ ഒരു ജൂനിയറായിട്ടാണ് കണക്കാക്കുന്നത് ദൈവത്തെ കോടതി വിലയിരുത്തുന്നത്. ജൂനിയറായിട്ട്, അതാണ് ജൂനിയറായിട്ടാണ്, മൈനർ അതാണ് കണക്കാക്കുമ്പോൾ വേണ്ട സംരക്ഷണം കൊടുക്കണം. എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈ സംശയത്തിൻ്റെ നിഴലിലുള്ള ഒരു വ്യവസ്ഥിതി അനുസരിച്ചല്ല അവിടെ ഭരണം നടക്കേണ്ടത്. ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് കയറി ഏറ്റെടുക്കണം. അതിന് മുമ്പേ ഒരു തടസ്സമില്ല. കോടതി കേസ് അവിടെ നടന്നോട്ടെ, കേന്ദ്ര ഗവൺമെൻറ് കയറി അങ്ങ് ഏറ്റെടുക്കണം. അതാണ് വേണ്ടത്. അത് ഏറ്റെടുത്തുകൊണ്ട് അവിടെ സംശുദ്ധമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഭരണം ഏറ്റെടുക്കാവുന്നേ ഉള്ളൂ. ഈ ക്ഷേത്രങ്ങളുടെ മുഴുവൻ ഭരണം കേന്ദ്രം പ്രത്യേക ട്രസ്റ്റിനെ ഏൽപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് കുറച്ച് മുന്നേ കൂട്ടിക്കൊണ്ട് ശബരിമലയിൽ നടപ്പാക്കാവുന്നേ ഉള്ളൂ. കള്ളന്മാരുടെ കൈകളിൽ ഇത് വെച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. കള്ളനെ കാവലേൽപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇതാണ്, കള്ളനെ കാവലേൽപ്പിച്ചിരിക്കുകയാണിപ്പോൾ. സാർ, ഇപ്പൊ നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സർവ്വ സ്വാതന്ത്ര്യം നടന്നത് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ പത്മകുമാറാണ്. മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് ഈ സ്വർണ്ണപ്പാളികൾ കടത്തിയതെന്ന് ഉള്ളതിന്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിന്റെ അത് കിട്ടിയിട്ടുണ്ട്. ദേവസ്വം ജീവനക്കാരുടെ മൊഴിയും ഈ പത്മകുമാറിന് എതിരെയാണ്. ഈ സ്വർണ്ണക്കൊള്ള നടന്ന സമയത്തുള്ള ഗാർഡ് മുതൽ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ളവരുടെയൊക്കെ വരെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതിൽ നിന്നാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ വരുന്നത്. പോറ്റിക്ക് സഹായം ചെയ്യാനായിട്ട് പത്മകുമാർ നിർബന്ധിച്ചിരുന്നു എന്നാണ് ജീവനക്കാരുടെ മൊഴി എന്ന് പറയുന്നത്. മാത്രമല്ല, ശബരിമലയിലെ ഗസ്റ്റ് ഹൗസുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 1-ലധികം മുറികൾ നൽകിയിരുന്നു. പോറ്റി ഉപയോഗിച്ചിരുന്നത് പ്രസിഡന്റിന് അനുവദിച്ച മുറിയായിരുന്നു എന്നാണ്. അപ്പൊ പ്രസിഡന്റിന് അനുവദിച്ച മുറി ഒരു പോറ്റി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പോറ്റിക്ക് എത്രമേൽ സ്വാധീനം ഈ പ്രസിഡന്റിൽ ഉണ്ടാകണം. അപ്പോൾ ഇത്രയും തെളിവുകളെല്ലാം SITയുടെ പക്കൽ ഇരിക്കുകയാണ്. അപ്പോൾ എന്നിട്ടും SIT ഇതിൽ പിന്നാക്കം നിൽക്കുന്നു. അതേസമയം പിണറായിയുടെ അതിവിശ്വസ്തനായിട്ടുള്ള വാസു അറസ്റ്റിലായി. പത്മകുമാറുമായിട്ട് ചെറിയ ഉടക്കുണ്ടായല്ലോ. പത്മകുമാറുമായിട്ടുള്ള ബന്ധം കുറച്ച് പുറകോട്ട് നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇതിൽ എല്ലാവരും പറയുന്നതല്ല, പിണറായിക്ക് ഇതിലൊരു കൈയുണ്ട് എന്ന് പറയാനും നമുക്ക് ഇതിൽ കഴിയില്ല. സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം D. കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു എഞ്ചിനീയർ ഉണ്ട്. ആ എഞ്ചിനീയർ ആയിരുന്നു അവിടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരതിൻ്റെ പുട്ടടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ ദേവസ്വം ബോർഡ്, തിരുവാഭരണം കമ്മീഷണറൊക്കെ അവരെല്ലാം കൂടെ ചേർന്നൊരു കൺഗ്ലോമറേറ്റാണ്, ഒരു കാർട്ടലാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി, മേൽശാന്തി കീഴ്ശാന്തി ഉണ്ടോ എന്നറിയില്ല, നമുക്ക് സംശയം വേണ്ട. തന്ത്രി ഇതിലൊരു വലിയ കണ്ണിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ദേവസ്വം ബോർഡിൽ അവിടെ ഭരണഘടനാ ബാഹ്യമായ ശക്തികളുണ്ടായിരുന്നു. ഒരു കൃഷ്ണകുമാർ, ഒരു കൊലക്കേസിൽ പ്രതിയാണ് അദ്ദേഹം. RSSകാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിട്ടുള്ള അദ്ദേഹം അവിടെ വന്ന്, അദ്ദേഹം ഒരധികാരവും ഇല്ല, അവിടെ ഒരു സ്ഥാനവും ഇല്ലാത്ത ആൾ വന്ന് ഭരണമൊക്കെ നടത്തിയിരുന്നു.
അങ്ങനെ ഒരാളുടെ ഭാര്യയാണ് ഈ ജയശ്രീ എന്ന് പറയുന്ന ആളെന്നാണ് പറയുന്നത്. ഈ ജയശ്രീയാണ് ഈ ഫയലുകളൊക്കെ അന്യായമായിട്ട് നിയമവിരുദ്ധമായിട്ട് ഈ ആളിനെ ഏൽപ്പിച്ചതെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കളികൾ, ലീലാവിലാസങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അയ്യപ്പനെതിരായിട്ട്. അയ്യപ്പന് അനുകൂലമായിട്ടുള്ള ഒരു ഒറ്റ ആളും ഉണ്ടായില്ല ഈ ദേവസ്വം ബോർഡിൽ. അയ്യപ്പനാണ് ഇത് ചതിക്കരുത്, ഇങ്ങനെ അദ്ദേഹത്തെ മോഷ്ടിക്കരുത്, കണ്ണടച്ചിരിക്കുകയല്ല, അദ്ദേഹം എല്ലാം കാണുന്നുണ്ട് എന്ന് പറയാൻ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ഇപ്പോൾ കോടതി ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇത് കോടതിയുടേതായിട്ടുള്ള സമയമെടുക്കും. അതുകൊണ്ട് അയ്യപ്പൻ എന്ന് പറയുന്ന ഈ മൈനറിനെ ഈ ഇങ്ങനെ ഇട്ട് ശരിക്കും ഇങ്ങനെ കള്ളന്മാരുടെ നടുക്കുകൊണ്ട് വെച്ചിട്ട് പോകുന്നത് ശരിയല്ല. ഭക്ത മനസ്സുകൾ ഒന്നിച്ചുകൊണ്ട് അയ്യപ്പന് വേണ്ടുന്ന ഒരു സുരക്ഷ അവിടെ ഒരുക്കണം. അതിന് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് ഭക്തൻ്റെ ഈ മണ്ഡലകാലത്തെ ഉള്ളിലെ പ്രാർത്ഥന. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.